നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുമുള്ള ധ്രുവീകരണം, ആക്രമണം, പരസ്പരം ഏറ്റുമുട്ടൽ ഇതൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞെങ്കിൽ കേരളം ഇപ്പോഴും അത്തരമൊരു കൈവക്കലിലേക്ക് എത്താത്തവണ്ണം അതിങ്ങനെ പ്രതിരോധിക്കുകയാണ്. കുറേ മനുഷ്യർ, ചില പ്രസ്ഥാനങ്ങൾ, ചിലരുടെ പ്രാർത്ഥനകൾ, മറ്റു ചിലരുടെ ഇടപെടലുകൾ അതങ്ങനെ നിലനിന്ന് പോവുകയാണ്. മറുവശത്ത് ഒരു കൂട്ടം ആളുകൾ ചില രാഷ്ട്രീയ സാമൂഹ്യ സംഘടനയുടെ മൗനാനുവാദത്തോടെയും നേരിട്ടുള്ള ഇടപെടലോടെയും കുറേ യൂട്യൂബർമാർ, കുറേ വിശകലന വിദഗ്ധർ ഇവരൊക്കെയും എങ്ങനെയെങ്കിലും വിവിധ വിഭാഗങ്ങളെ, എസ്പെഷ്യലി ഒരു വശത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ബാക്കിയുള്ളവരെ മുഴുവൻ മറുചേരിയിലും എത്തിക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. അതിന് ദേവാലയങ്ങൾ ആയുധമാക്കുന്നുണ്ട്, അതിന് സമുദായ സംഘടനകൾ ആയുധമാക്കുന്നുണ്ട്, കച്ചവടത്തെ ആയുധമാക്കുന്നുണ്ട്, വസ്ത്രത്തെ ആയുധമാക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ ദൈനംദിന മേഖലയുമായി ഇന്നലകളിൽ മലയാളികളായ നമ്മളാരും ചിന്തിച്ചിട്ടും സ്പർശിച്ചിട്ടും ഇല്ലാത്ത എല്ലാ മേഖലകളെയും അതിന് ആയുധമാക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പണ്ട് പറയുന്നത് പോലെ നമുക്കിതുമായൊന്നും ഒരു ബന്ധവുമില്ല, ധാർമ്മികത പറയും, എല്ലാവരെയും സന്ദർശിക്കുന്നു എന്ന് പറയും, എല്ലാവരെയും പലതും ചെയ്യുന്നു എന്ന് പറയും. ഇനി വരാൻ പോകുന്ന കാലം AI-യുടെയും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയും കാലമാണ്. അതിലൂടെയാണ് ഇപ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത അതിൻ്റെ എല്ലാ ഭാവത്തിലും കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അല്പസത്യങ്ങളെ വലിയ മഹാസത്യങ്ങളാക്കി അതിനു പിന്നിൽ കഥകൾ രചിക്കും. അർദ്ധസത്യങ്ങളെ മുഴുവൻ സത്യങ്ങളാക്കി അതിനെ പൊലിപ്പിച്ച് കത്തിക്കും. പിന്നെ അതുകൂടാതെ ഇല്ലാത്ത കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല, വിദ്യാലയങ്ങളെ കൂടി കുട്ടികളെ കൂടി അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട ഒരു പോസ്റ്റ്. ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോട് വളരെ നിർബന്ധമായി ഈ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാന പോലീസ് മേലധികാരിക്ക്, അല്ലെങ്കിൽ ആരാണോ ഇടപെടുന്നത്, അവർക്ക് കത്ത് കൊടുത്ത് ഈ വിഷയം അന്വേഷിച്ച് ദൂരീകരിക്കേണ്ടതും, ഇത് 100% വ്യാജമാണെന്നതാകയാൽ ഇത് ഇട്ടവർക്കും ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് വേറൊന്നുമല്ല, ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് മോളിവുഡ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് പ്രചരിപ്പിക്കുന്നത്. മോളിവുഡ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇതിൽ നല്ല പോസ്റ്റുകൾ കാണും. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സാമൂഹ്യ മാധ്യമത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 100 കണക്കിന് പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പേജുകളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി എല്ലാ പാർട്ടിക്കാരെയും പിന്തുണച്ചും എല്ലാ പാർട്ടിക്കാരെയും വിമർശിച്ചും പോസ്റ്റ് ഇടും. എന്നിട്ട് ആ പേജിലൂടെ കൃത്യമായ സമയങ്ങളിൽ പോകേണ്ട ചില കണ്ടൻറ്റുകൾ അതിലൂടെ കയറ്റിവിടും. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പേജ് വളരെ നിഷ്പക്ഷമായി തോന്നും. ആ പേജിൽ പിണറായി വിജയൻ സാറിൻ്റെ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് കാണും, SFI നേതാവിൻ്റെ പ്രസംഗം കാണും, മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം കാണും, സാദിഖ് അലി തങ്ങളുടെ പ്രസംഗം കാണും. ഇങ്ങനെ അവരുടെ വാർത്തകളെല്ലാം കൊടുക്കുന്നതിൻ്റെ ഇടയിലൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ RSSൻ്റെ ഗണഗീത വിഷയം വന്നു. അപ്പോഴേക്ക് ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, ഗണഗീതത്തിൻ്റെ വരികൾ വായിച്ചു നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൃത്യമായ അജണ്ട എന്താണോ ആ അജണ്ട ഒരു സ്വാഭാവികമായ രക്ഷകർത്താവിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാവത്തിൽ ആ പേജിലൂടെ എഴുതി വിടും. അപ്പം നിരപരാധികളായിട്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നവർ പെട്ടെന്ന് തന്നെ അത് കേട്ട് ആ ഡയറക്ഷനിലേക്ക് ചിന്തിക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലീഗിൻ്റെ പേജുകളും അതിൻ്റെ നേതാക്കളുടെയും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുകയോ അഡ്രസ്സ് ചെയ്യുകയോ ചെയ്യേണ്ടതിന് പകരം അവർ കുറേ KT ജലീലിനെ ചീത്ത വിളിക്കും, കുറേ പിണറായി വിജയനെ ചീത്ത വിളിക്കും, അവിടെയുള്ള കുറേ പ്രാദേശിക നേതാക്കളെ ചീത്ത വിളിക്കും. ഇതിനെ ശരിക്കുമുള്ള സന്ദേശം കൊടുക്കേണ്ട ഈ മുസ്ലിം സമുദായത്തിലെ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ അല്ലെങ്കിൽ മതസംഘടനകളുടെ പ്രധാനപ്പെട്ട ജോലി ആർക്കും ഒന്നും മനസ്സിലാവാത്ത സുന്നി മുജാഹിദും തബ്ലീഗും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അവരതിൻ്റെ തങ്ങന്മാരെവിടെ ഉള്ളവരാണെന്നുള്ള അന്വേഷണത്തിൽ അതിൻ്റെ പരിശീലനത്തിലുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സാമൂഹികമായി ഈ സാധനം നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ മോളിവുഡ് കണക്റ്റ് എന്ന് പറയുന്ന ഈ പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത കാണാം. ചില്ലറ ഫോളോവേഴ്സ് അല്ലേ ഉള്ളത്, 1.3 മില്യൺ ഉണ്ട്. എങ്ങനെയാണ് അത്രയും പേര് വരുന്നത്? എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും.
എല്ലാവരെയും പിന്നെ അംഗീകരിക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന പോലെ തോന്നും, എല്ലാവർക്കും തോന്നും ഇത് ശരിയല്ലേ. അപ്പോഴത്തേക്ക് കുറച്ച് CPMകാർ ഫോളോ ചെയ്യും, കുറച്ച് കോൺഗ്രസ്സുകാർ ഫോളോ ചെയ്യും, കുറച്ച് മുസ്ലിം ലീഗുകാർ ഫോളോ ചെയ്യും. അങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും, ഇതങ്ങ് നിറയും. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റ് വേറൊന്നുമല്ല, അതിനകത്ത് നരേന്ദ്രമോദി ഈ രാജ്യം നിൻ്റെ തന്തയുടെ വകയല്ല, ഇതാണ് ഫ്ലെക്സ് ബോർഡ്. ആ ഫ്ലെക്സ് ബോർഡിൽ കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ടുകൊണ്ട് ആ ഫ്ലെക്സ് ബോർഡ് പിടിച്ചേക്കുക. 101% ഇതൊരു വ്യാജ ഫേക്ക് ഫോട്ടോഷോപ്പാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ജീവിതം തകർത്തൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ ഒടുവിൽ വിവാഹം കഴിച്ച ഒരു സഹോദരിയുടെ. അതൊരാളിൻ്റെ വ്യക്തിജീവിതത്തിലാണ് ആ തകർച്ചയുണ്ടാക്കുന്നതെങ്കിൽ ഇവരൊരു സമൂഹത്തിൽ മുഴുവനായാണ് ഈ തകർച്ചയുണ്ടാക്കുന്നത്. ഇതൊരിക്കലും കേരളത്തിൽ നടന്ന ഒരു സംഭവമോ ഒരു ഫ്ലെക്സ് ബോർഡോ ഒരു വാർത്തയോ അല്ല. സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, ഫ്ലെക്സ് ബോർഡിൽ ഒരു കാര്യം എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ ഇന്ന പരിപാടി എന്നെഴുതും നമ്മൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ബാലകലോത്സവം, അല്ലെങ്കിൽ ഇന്ന സംഘടനയുടെ ജാഥ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും. ഇതങ്ങനെ ഒന്നുമില്ല. നരേന്ദ്രമോദി ഈ രാജ്യം നിൻ്റെ തന്തയുടെ വകയല്ല. ഇതിനകത്ത് സുന്നി സമസ്ത എന്ന് എഴുതിയായിരുന്നെങ്കിൽ അവരെ സംഘടന പ്രതികരിച്ചേനെ. ഇതിൽ മുജാഹിദ് എന്ന് എഴുതിയായിരുന്നെങ്കിൽ അവർ പ്രതികരിച്ചേനെ. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താ, ഈ സംഘടനകളൊന്നുമില്ലാത്ത മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികൾ അതിഭീകരരും നരേന്ദ്രമോദിയുടെ തന്തയ്ക്ക് വിളിക്കുന്നവരുമാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ വ്യാജനാണ്. എന്നിട്ട് അതിൻ്റെ മാറ്റർ എന്താണെന്നറിയൂ? ഒരു രാജ്യം ഒരു നിയമം പാസ്സാക്കി, ആ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട്, പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കും. എന്നാൽ അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഈ രാജ്യം നിൻ്റെ തന്തയുടെ വകയല്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇനിയിപ്പോൾ ശരിയാണെന്ന് തന്നെ വെക്കുക. 10-14 വയസ്സുള്ള സ്കൂൾ പിള്ളേരെ കൊണ്ട് അത്തരത്തിലൊരു ബാനർ പിടിപ്പിച്ചുകൊണ്ട് തെരുവിലൂടെ നടത്തിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവും, തീർച്ചയായും. പക്ഷേ അതേ ആളുകൾക്ക് തന്നെയാണ് കുറച്ച് സ്കൂൾ കുട്ടികൾ അവരുടെ സ്വന്തം രാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടൊരു ഗാനം ആലപിച്ചാൽ അത് വലിയ പ്രശ്നമായി തോന്നുന്നത്. ഇതാണ് ഇവിടെ കോമഡി. ഇനിയിപ്പോൾ ഇതും പോട്ടെ എന്ന് വെക്കണം. ഇതൊക്കെ വെറും രാഷ്ട്രീയ കളിയാണല്ലോ. പക്ഷേ ഈ വിഷയത്തിൽ ശിവൻകുട്ടിയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. കുറച്ച് വിദ്യാർത്ഥികൾ ഒരു ദേശഭക്തി ഗാനം പാടിയതിൻ്റെ പേരിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ശിവൻകുട്ടി സ്കൂൾ പിള്ളേരുടെ കയ്യിൽ സ്വന്തം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന ബാനർ കൊടുത്തത് ആരാണെന്ന് അന്വേഷിക്കാൻ എന്തെങ്കിലും ഉത്തരവ് വിട്ടിരുന്നുവോ? ഇല്ലെങ്കിൽ അത് തെറ്റല്ലേ? കേരളത്തിൽ 2 കൂട്ടർക്ക് 2 നീതി എങ്ങനെയാണ്? ഇതാണ് ഇതിലെ കണ്ടൻറ്റ്. കേൾക്കുന്നവർക്ക് ആർക്കും തോന്നൂലേ ന്യായമായ ഒരു സംഗതിയല്ലേ? ഒരു പ്രധാനമന്ത്രിയെ തന്തയ്ക്ക് വിളിക്കാൻ പാടുണ്ടോ? അതും കൊച്ചുകുട്ടികൾ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ. അദ്ദേഹത്തെ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും നരേന്ദ്രമോദി ഈ രാജ്യം നിൻ്റെ തന്തയുടേതല്ല എന്ന് തട്ടമിട്ട പെൺകുട്ടികളുടെ പടത്തിന് മേൽ അവരെ ഉടുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സോഴ്സ് തേടി ഞാൻ പോയപ്പോൾ ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിലാണ് ഈ പടം കണ്ടത്. ഇങ്ങനെ ഒരു പോസ്റ്ററുമായി എവിടെയെങ്കിലും കേരളത്തിൽ ഇറങ്ങിയാൽ എന്നേ ചാനലുകളിൽ വാർത്തയായേനെ, എന്നേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടപെട്ടേനെ, അന്തിച്ചർച്ച നടന്നേനെ, ഈ കുട്ടികൾക്കെതിരെ നടപടിയെടുത്തേനെ. അവലും മലരും മുദ്രാവാക്യം വിളിച്ച കുട്ടികൾക്കെതിരെ നടപടിയെടുത്തില്ലേ കേരളത്തിൽ? എന്നാൽ ഈ പറയുന്നത് പോലെ ഗണഗീതം, ആ ഗീതം, മറ്റേ ഗീതം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതല്ലാതെ അവസാനം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതെന്താ? കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട്, ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞു. നമ്മളില്ല സാധാരണ പറയത്തില്ലയോ, 2 അടി വാങ്ങിച്ചിട്ട് ഇതൊന്നും ശരിയല്ലടാ ഇങ്ങനെ മൂത്തോരെ അടിക്കുന്നത് എന്ന് പറയുന്നതിന് തുല്യം മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷേ അതിന് പകരം മറുവശത്ത് നടക്കുന്ന ധ്രുവീകരണം, ഈ അസത്യപ്രചരണം ഇത്ര കടുപ്പമാണ്. എനിക്ക് ഈ മനുഷ്യസ്നേഹികളായ ഏതെങ്കിലുമൊക്കെ അഡ്വക്കേറ്റുമാരോട് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളെ നിയമപരമായി നേരിടാൻ നിങ്ങളെങ്കിലും രംഗത്തിറങ്ങണം. കാരണം ഇതിൽ തകർക്കപ്പെടുന്നതും ഏറ്റുമുട്ടുമ്പോൾ നശിക്കുന്നതും എല്ലാ ജാതിയിലും പെട്ട മനുഷ്യരാണ്. നശിച്ചു പോകുന്നൊരു നാടൊന്നാകെയാണ്. ഇത് ഏത് സ്കൂളിലാണ് നടന്നത്? സ്കൂളിൻ്റെ പേരില്ലാതെ ഇങ്ങനെ നടത്തിയത് ആരാണ്? ആരാണിങ്ങനെ ധിക്കാരപരമായ ഒരു ബാനർ ഉണ്ടാക്കി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്? അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഇത് ഒറിജിനലാണോ? ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയോട് ഇത് പ്രതിയൊന്നും കിട്ടൂല, പിടിച്ചാലും ഒന്നും ചെയ്യാനും പറ്റൂല. ഈ പറഞ്ഞതുപോലെ ഒരു പേജിലൂടെ ഇത് ഒഴുകുകയാണ്. ഇത് കണ്ടവരുടെ എണ്ണം കണ്ടോ? ഇത് ഷെയർ ചെയ്തേക്കുന്നവരുടെ എണ്ണം കണ്ടോ? 5000-6000 ആളുകൾ ഇതിൽ ഈ പേജിൽ തന്നെ ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ കുറഞ്ഞത് ഒരു 10 ലക്ഷം ആളുകളെങ്കിലും ഈ ഫോട്ടോ കണ്ടു കാണും. അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻ്റ് എന്താ? മുഴുവൻ
ഒരു സമുദായത്തിനും അതിലെ ഈ പെൺകുട്ടികൾക്കും ഒക്കെ നേരെയാണ്. അതുകൊണ്ട് ഈ വ്യാജ ചിത്രം നിർമ്മിച്ച ഇവർക്കെതിരെ ഈ കുട്ടികളറിയാമെങ്കിൽ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളും ഈ കുട്ടികൾ തന്നെയും ഇതുമായി പോകേണ്ടത് ആവശ്യമാണ്. കേരളത്തിൽ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതല്ല, എവിടെയെങ്കിലും നടന്നതാണെങ്കിൽ ഇക്കാര്യത്തിൽ കർശനമായ നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ബാനറുകളും മുദ്രാവാക്യവും ഒക്കെ വിളിച്ചുകൊണ്ട് കേരളത്തിൽ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. തലയരിയുമെന്നും അവിടെ കാണത്തില്ലെന്നും തൊപ്പിയിട്ട തല കാണത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് കേരളത്തിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കുട്ടികളുടെ മേൽ ഇങ്ങനെ ഒരു ക്രൂരത പ്രവർത്തിക്കുന്നതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ സംഗതി. അതുകൊണ്ട് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ, അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധ, അതുപോലെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അവരൊക്കെ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്ത് ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തുകയും ഇത് പോസ്റ്റ് ചെയ്ത അഡ്മിനെയും ഈ പേജിൻ്റെ അഡ്മിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന.